അതൊക്കെ ഞങ്ങൾ നേരിട്ടല്ലോ, നിങ്ങൾ കണ്ടതല്ലേ. നിയമസഭ അല്ലല്ലോ, നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ നേരിട്ടല്ലോ. എന്തായിരുന്നു റിയാക്ഷൻ? അല്ല കേൾക്ക് അല്ലല്ലോ ഉണ്ടായിരുന്നു. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഇതേ വിഷയം ഉണ്ടായി. ഇതാണ് ആളിക്കത്തിക്കാൻ നോക്കിയത്. അതിന് ഞങ്ങൾ നേരിട്ടല്ലോ. CPM ജയിച്ചൊരു സീറ്റ് 11,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിച്ചല്ലോ. മുഖ്യമന്ത്രി വീണ്ടും ഇറങ്ങിയല്ലോ ജമാഅത്ത് ഇസ്ലാമി എന്നും പറഞ്ഞുകൊണ്ട്. ജമാഅത്ത് ഇസ്ലാമി അദ്ദേഹം കണ്ടിട്ടില്ല, അങ്ങനെ ഒരു സംഭവം ഉള്ളത് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഹിറാ സെന്ററിൽ അവരുടെ ആസ്ഥാനത്ത് അമീറുമായി സംസാരിക്കുന്ന ഫോട്ടോ ഞാൻ മലപ്പുറത്ത് പത്രസമ്മേളനത്തിൽ കാണിച്ചല്ലോ നിങ്ങളോട്. അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ കാണിച്ചല്ലോ. അദ്ദേഹം ജമാഅത്ത് ഇസ്ലാമിയെ അനുകൂലമായി സംസാരിക്കുന്നതിന്റെ വീഡിയോ ക്ലിപ്പ് ഞാൻ കാണിച്ചല്ലോ. പിറ്റേ ദിവസം അദ്ദേഹം കോട്ടയത്ത് സറണ്ടർ ചെയ്തല്ലോ, ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ബന്ധമുണ്ടായിരുന്നല്ലോ. ഇപ്പോഴുള്ള ചോദ്യം എന്താ? ജമാഅത്ത് ഇസ്ലാം UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്ത് ഇസ്ലാമി ആഭ്യന്തരം ഭരിക്കുമെന്ന്. എന്താ അതിന്റെ അർത്ഥം? സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. അപ്പൊ എന്റെ മറുചോദ്യം, 42 വർഷം ജമാഅത്ത് ഇസ്ലാമി CPMന്റെ കൂടെയായിരുന്നു. CPMന്റെ കൂടെ ജമാഅത്ത് ഇസ്ലാമി ഉണ്ടായിരുന്ന നാളുകളിൽ CPMന് അധികാരം കിട്ടിയപ്പോൾ ആഭ്യന്തര വകുപ്പ് ഭരിച്ചിരുന്നത് ജമാഅത്ത് ഇസ്ലാമി ആണോ? ആണെങ്കിൽ സൂക്ഷിക്കണം, ആണെങ്കിൽ ഞങ്ങൾ ശ്രദ്ധിച്ചോളാം. അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചോളാം. CPM ഭരിച്ച കാലത്ത് ജമാഅത്ത് ഇസ്ലാമി കൂടെയുള്ളപ്പോൾ അവരാണ് ആഭ്യന്തരം ഭരിച്ചെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കും. അല്ലല്ല, വ്യക്തികളോട് എന്താ നമുക്കെന്താ ബഹുമാനക്കുറവ്? വ്യക്തികളോട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവരെ ആരെയും കുറിച്ച് ഒരു മോശമായ വാക്കും പറയില്ല. പണ്ടും പറഞ്ഞിട്ടില്ല, ഞാൻ പണ്ടും പറഞ്ഞിട്ടില്ല, ഒരു മോശമായ വാക്കും പറയില്ല. നിങ്ങൾ എന്നെ കുറിച്ച് എന്തെല്ലാം മോശമായ വാക്കുകളാണ് പറഞ്ഞിരിക്കുന്നത്, എന്തെല്ലാം മോശമായ വാക്കുകളാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അവരുടെ പ്രായവും അവരിയ്ക്കുന്ന സ്ഥാനത്തെയും ബഹുമാനിച്ചുകൊണ്ട് ഒരു വാക്കും മോശമായിട്ട് ഞാൻ പറയില്ല. പക്ഷേ വർഗീയതയ്ക്കെതിരായിട്ട് പറയും. വർഗീയത ആര് പറഞ്ഞാലും പറയും. എനിക്കെന്ത് സംഭവിച്ചാലും വ്യക്തിപരമായ രാഷ്ട്രീയ ജീവിതത്തിലെ ലാഭനഷ്ടങ്ങൾ നോക്കിയിട്ടല്ല ഈ നിലപാട്. വ്യക്തിപരമായി നഷ്ടം വന്നാലും ഈ നിലപാടിൽ ഞാൻ ഈ സ്ഥാനത്തിരിക്കുന്നിടത്തോളം കാലം ഞാൻ വെള്ളം ചേർക്കില്ല. ഈ വൃത്തികേട് കണ്ടിട്ട് അത് കേട്ടില്ല കണ്ടില്ല എന്ന് പറഞ്ഞ് നടിക്കണം. ജയിച്ചു വന്നവരുടെ മതം നോക്കാൻ പറഞ്ഞിരിക്കുകയാണ് ഒരു മന്ത്രി. കേരളത്തിൽ ഈ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രി പറഞ്ഞിരിക്കുകയാണ് ജയിച്ചു വന്നവരുടെ ജാതി നോക്കുക, അവരുടെ മതം നോക്കാൻ പറഞ്ഞിരിക്കുക. അത് കേട്ട് മിണ്ടാതിരുന്ന അതിന് നല്ലത് ഇത് നിർത്തി വേറെ വല്ല പണിക്കും പോകുന്ന. അതിന് ഞാനില്ല, അതിനെ എതിർക്കുക തന്നെ ചെയ്യും.